ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുന്ന സാഹചര്യത്തിൽ വിൽപ്പന നിയന്ത്രിച്ച് നഷ്ടം കുറക്കാൻ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ നടപടി തുടങ്ങി. ഡീലർമാർക്കുള്ള ആനുകൂല്യങ്ങൾ കുറച്ചും വിപണിയിൽ എണ്ണ ലഭ്യത കുറച്ചുമാണ് ഈ നീക്കം. യുദ്ധം തുടങ്ങിയ ശേഷം രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാൻ അധിനിവേശം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $70 ആയിരുന്നു. 13 ദിവസത്തിന് ശേഷം ഇന്നത്തെ വില $100. അപ്പോഴും ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. വലിയ വിലയ്ക്ക് എണ്ണ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ വിൽപ്പന നിയന്ത്രിക്കുകയാണ് എണ്ണ കമ്പനികൾ ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം എന്നീ 3 കമ്പനികളും വിൽപ്പന കൂട്ടാനായി ഡീലർമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നിർത്തി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ഡിസ്കൗണ്ട് ഒഴിവാക്കി. ഫ്ലീറ്റ് കാർഡ് ആനുകൂല്യം ₹2.40 നിന്ന് 40 പൈസ മാത്രമാക്കി കുറച്ചു. പെട്രോൾ പമ്പ് ഡീലർമാരുടെ ക്രെഡിറ്റ് പരിധിയും കുറച്ചു. എണ്ണ ലഭ്യത കുറച്ചും ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയും പരമാവധി വിൽപ്പന കുറക്കുക എന്നതാണ് തന്ത്രം. ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കരുത് ഓയിൽ കമ്പനീസിനുള്ളൂ. മന്ത്രാലയം പ്രോപ്പറായിട്ട് സ്റ്റോക്ക് വെച്ച് കാര്യങ്ങൾ നടത്താനുള്ള പരിപാടി ചെയ്താൽ പോലും അതിന്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അതായത് ഓയിൽ കമ്പനികൾ ഇതിന്റെ ഇടയിൽ ഈ അവരുടെ പോളിസി ചേഞ്ചസ് കൊണ്ടുവന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില $140 എത്തുമെന്നാണ് വിപണി വിദഗ്ധരുടെ നിഗമനം. $150 വരെ വില വർധന വേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിപണിയിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്ന പെട്രോളിയം കമ്പനികളുടെ നടപടി. MK ഷുക്കൂർ, മീഡിയ 1, കൊച്ചി.